അനിൽ വാസുദേവ് കൂടിയുണ്ട്. അനിൽ, ഇപ്പോൾ ഈ അക്രഡിറ്റേഷൻ കാര്യത്തിൽ എന്തോ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ടല്ലോ, അതെന്താണ് ആ അപ്ഡേറ്റ്? ഈ തരത്തിൽ അക്രഡിറ്റേഷൻ റദ്ദാക്കിയിട്ടില്ല, താരത്തെ ബാൻ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തന്നെ പറയുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച അന്തിം പങ്കലും ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിൽ പറയുന്നത് താൻ ഒരു തരത്തിലുള്ള കൃത്രിമവും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ സഹോദരിയെ അനധികൃതമായി ഗെയിംസ് വില്ലേജിൽ കയറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് അന്തിം പങ്കൽ പറയുന്നത്. അതായത് ഈ മത്സരം തോറ്റതിൻ്റെ വലിയ നിരാശയിലായിരുന്നു താൻ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തനിക്ക് അധികൃതരോട് ചോദിച്ചു തന്നെ താൻ തൻ്റെ സഹോദരി അടക്കമുള്ളവർ താമസിക്കുന്ന ഹോട്ടലിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോൾ അതിന് അനുവദിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഹോട്ടലിൽ പോയി അവിടെ കുറച്ച് നേരം വിശ്രമിച്ചു. അതിനുശേഷം തിരിച്ചു വരുന്ന താൻ ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് തനിക്ക് അക്രഡിറ്റേഷൻ കാർഡ് താൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത് പിന്നീട് മനസ്സിലാക്കി സഹോദരി അത് തിരിച്ചു കൊണ്ടുവരുന്നതാണ്, തനിക്ക് തിരികെ നൽകാൻ കൊണ്ടുവന്നതാണ്. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടയുകയും ഇത് അവരുടേതാണോ ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് പിന്നീട് പോലീസുകാർ വിളിച്ചു കൊണ്ടുപോയത് എന്നതാണ് അന്തിം പങ്കലിൻ്റെ വിശദീകരണം. ഒപ്പം തന്നെ താൻ ഈ മത്സരത്തിന് ശേഷം വലിയ രീതിയിൽ മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ ഡിഫീറ്റ് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് താൻ തന്നെ അധികൃതരോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് അയക്കാൻ എന്ന് പറഞ്ഞത്. അതായത് ഇന്നൊരു പക്ഷേ താരത്തിന് തോറ്റെങ്കിൽ പോലും റെപ്പഷേ റൗണ്ടിൽ മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. ആ ഒരു അവസരം പോലും വേണ്ടെന്ന് വെച്ച നാട്ടിലേക്ക് പോകാൻ തയ്യാറായി എന്ന് പറയുന്നതൊക്കെ ഒരു പക്ഷേ ഈ കഥയിൽ അവിശ്വസനീയമായ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതാണ് അന്തിം പങ്കലിൻ്റെ വിശദീകരണം. അപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തന്നെ പറയുന്നത് ഇത്തരത്തിൽ താരത്തെ ബാൻ ചെയ്തിട്ടില്ല, അക്രഡിറ്റേഷൻ റദ്ദാക്കിയിട്ടില്ല, ഇതെല്ലാം വ്യാജ വാർത്തകളാണ്. ഇത്തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നതിന് മുമ്പ് തങ്ങളോടെങ്കിലും ചോദിക്കേണ്ട എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പറയുന്നത്. ഇതാണ് അന്തിം പങ്കലിൻ്റെ കാര്യത്തിൽ വരുന്ന ഏറ്റവും പുതിയ അന്തിം പങ്കൽ ഇന്ത്യയിലേക്ക് തിരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്തിമംഗലിൻ്റെ അവസാനം കുറച്ച് നേരം മുമ്പാണ് ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോയിൽ അവർ പറയുന്നത് താൻ തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.